നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല അയ്യപ്പൻ പേടിയിൽ പത്തനംതിട്ടയിൽ നിന്ന് തന്നെ ഓടി ഒളിക്കുകയാണ് മന്ത്രി വീണ ജോർജ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണയ്ക്ക് വീണ്ടും CPM സീറ്റ് കൊടുക്കും എന്ന ഒരു സൂചന പുറത്തു വരുന്നുണ്ട്. പക്ഷേ സീറ്റും വേണ്ട കസേരയും വേണ്ടെന്ന് സഖാത്തി മോങ്ങലോട് മോങ്ങലെന്ന് പരിഹാസം വരുന്നു. രണ്ടാം പിണറായി സർക്കാരിൽ ബമ്പർ ലോട്ടറി അടിച്ചത് വീണ ജോർജിനായിരുന്നു. ഒരു പുണ്ണാക്കം ചെയ്യാഞ്ഞിട്ടും ഓർത്തഡോക്സ് സഭ പിണറായി ഡീലിൽ ചുളിവിൽ മന്ത്രി കസേര കിട്ടി. അതിനുശേഷം സഖാത്തിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും എന്താണെന്ന് കേരളം കണ്ടതായിരുന്നല്ലോ, കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ ഇത്തവണ വീണ്ടും സീറ്റ് കിട്ടും എന്നുള്ള ഒരു സൂചന പുറത്തേക്ക് വരുമ്പോഴും അത്ര സന്തോഷമൊന്നും വീണ ജോർജിനില്ല. അവിടെയാണ് ശബരിമല വല്ലാതങ്ങ് കഴുത്തിന് പിടിച്ചിരിക്കുന്നത്. CPMലെ ഓരോ നേതാക്കളും വീർപ്പ് മുട്ടുകയാണ്. പത്തനംതിട്ടയിൽ അടിമുടി വിറയ്ക്കുകയാണ് CPM. ശബരിമല പാർട്ടിയെയും ഭരണകൂടത്തെയും തീക്കുണ്ടത്തിൽ നിർത്തിയിരിക്കുന്നു. ദൈവത്തെ കൊള്ളയടിച്ചവരെന്ന് സുപ്രീം കോടതി, ഹൈക്കോടതികൾ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞത് വന്ന് തറച്ചത് CPMന്റെ നെഞ്ചത്താണ്. പത്മകുമാർ പത്തനംതിട്ടയിലെ പ്രമുഖ നേതാവാണ്. പിണറായിക്ക് ജില്ലയിൽ ചുവടുറപ്പിക്കാൻ പണിയെടുത്ത നേതാവ് പത്മകുമാർ തന്നെയാണ്. ആ കടപ്പാട് കൊണ്ടാണ് പത്മകുമാറിനെ പാർട്ടി തള്ളിപ്പറയാത്തത് എന്ന ആക്ഷേപം ഉണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പത്മകുമാർ, സുധീഷ് കുമാർ ഇനി അറസ്റ്റിലാകാൻ സാധ്യതയുള്ളവരിൽ ചിലർ പത്തനംതിട്ടക്കാരാണ് എന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. അതായത് അയ്യപ്പനെ കൊള്ളയടിക്കാൻ പത്തനംതിട്ടയിലെ ഒരു കൂട്ടം CPMകാർ സ്കെച്ചും പ്ലാനും ഇട്ടു എന്ന് വ്യക്തം. ജില്ലയിൽ തലപൊക്കാൻ കഴിയാത്ത നാണക്കേടിലാണ് CPM ഇപ്പോൾ. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ചോദ്യം ഉയരുമെന്ന് പേടിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങാൻ ഭയപ്പെടുകയാണ് ജില്ലയിലെ നേതാക്കളും പ്രവർത്തകരും. ഇതേ പേടി വീണ ജോർജിനെയും വേട്ടയാടുന്നു. ആറന്മുളയിലാണ് പത്മകുമാറിന്റെ വീട്. ആറന്മുളയിലാണ് വീണ ജോർജിന്റെ മണ്ഡലവും. പ്രചാരണത്തിനിറങ്ങുമ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ പൊള്ളി അടരും സഖാത്തി. ജനങ്ങളുടെ പിന്തുണ ഊട്ടിയുറപ്പിക്കുന്നതിന് ഗൃഹസന്ദർശന പരിപാടിക്ക് CPM തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ പരിപാടിക്ക് പോകാനും ഭയപ്പെടുകയാണ് വീണ ജോർജ്. മാത്രമല്ല, വീണ ജോർജിന് കുരുക്കാകുന്ന മറ്റൊരു വിഷയം നവീൻ ബാബുവാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കരയുന്ന വീണ ജോർജിനെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പാവമാണ്, കൈക്കൂലി വാങ്ങില്ല, ആളൊരു ശുദ്ധനാണ് എന്നൊക്കെ വീണ ജോർജ് തുറന്നടിച്ചിരുന്നു. ആ കുടുംബത്തോടൊപ്പമാണ്, നീതി കിട്ടുന്നതുവരെ അവരോടൊപ്പം നിന്ന് പോരാടും എന്നൊക്കെ വീണ ജോർജ് ഡയലോഗ് അടിച്ചിരുന്നു. പിന്നെ ആ കുടുംബത്തിന്റെ 7 അയലത്തേക്ക് വീണ ജോർജ് പോയിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. കണ്ണൂർ CPMന്റെ സമ്മർദ്ദം വന്നതോടെ നവീന്റെ കുടുംബത്തെ വഞ്ചിച്ച് ഓടുകയായിരുന്നു വീണ ജോർജ്. ഇത് മാത്രമല്ല, വീണ ജോർജ് അഹങ്കാരിയാണെന്ന് പത്തനംതിട്ടയിലെ CPMകാർ പോലും പറയുന്നുണ്ട്. ആശാവർക്കർമാരുടെ വിഷയമൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ വീണ ജോർജ് പരാജയപ്പെട്ടു എന്നും പത്തനംതിട്ടയിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ വന്നതാണ്. ആശാവർക്കർമാരുടെ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അവരെ അധിക്ഷേപിക്കുകയും സമരക്കാരെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഓടിക്കാനും കളിച്ച നാടകം കേരളം മറക്കില്ല. ആശാവർക്കർമാർക്ക് വേണ്ടി കേന്ദ്രവുമായി സംസാരിക്കാനെന്നും പറഞ്ഞ് ഡൽഹിയിൽ പോയി മറ്റു ചില സ്വകാര്യ സന്ദർശനം നടത്തിവന്ന വീണയെ കേരളം കയ്യോടെ തൂക്കിയതാണ്. കേന്ദ്രത്തിൽ പോയിട്ട് എന്തായി എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതൊക്കെ നിങ്ങളോട് പറയാൻ സൗകര്യമില്ല എന്നായിരുന്നു വീണ ജോർജ് ഡയലോഗ് അടിച്ചത്. പക്ഷേ മാധ്യമങ്ങൾ തന്നെ വീണയുടെ ഈ അഹങ്കാരം പൊളിച്ചങ്ങ് കയ്യിൽ കൊടുത്തിരുന്നു. ജനങ്ങളെ കൊണ്ട് ഈ സർക്കാരിനെ, പാർട്ടിയെ ഒക്കെ വെറുപ്പിച്ചതിൽ വീണ ജോർജിന്റെ പങ്കും വലുതാണ്. പത്തനംതിട്ടയിൽ വീണയ്ക്ക് മുന്നിൽ പ്രതിസന്ധികൾ ഒരുപാടാണ്. ഇത്തവണ സഭാ വോട്ട് മുഴുവൻ പെട്ടിയിലെത്തുമെന്ന പ്രതീക്ഷയും വേണ്ട. സഭക്കാരിൽ ഒരു വിഭാഗം വീണ ജോർജിനെതിരായി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ തെളിവായിരുന്നു ഓർത്തഡോക്സ് പള്ളി പരിസരങ്ങളിൽ വീണ ജോർജിനെതിരെ പതിച്ച പോസ്റ്ററുകൾ. ചർച്ച് ബിൽ വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പോസ്റ്റർ വന്നത്. പിണറായി വിജയൻ നീതി നടപ്പാക്കണം, നമ്മുടെ വിയർപ്പിലും വോട്ടിലും മന്ത്രിയായ വീണ ജോർജ് മൗനം വെടിയണമെന്ന് പോസ്റ്റർ ഉയർന്നത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു. ഓർത്തഡോക്സ് യുവജനം എന്ന പേരിലായിരുന്നു പോസ്റ്ററുകൾ വിവിധയിടങ്ങളിൽ പതിച്ചത്. മന്ത്രിസഭയിൽ ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധിയായാണ് വീണ ജോർജ് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള മന്ത്രി കൂടി ഉൾപ്പെട്ട സർക്കാരാണ് സഭാ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ബില്ല് കൊണ്ടുവരുന്നത്. സർക്കാർ ഇത്തരത്തിൽ ഒരു നിയമവുമായി മുന്നോട്ട് പോകുമ്പോൾ സഭയുടെ കൂടി പ്രതിനിധിയായ മന്ത്രി സഭയുടെ താൽപര്യം എന്തെന്ന് സർക്കാരിനെ അറിയിക്കണമെന്നായിരുന്നു ഈ പോസ്റ്ററിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇത് തന്നെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് സർക്കാരിന്റെ ചർച്ച് ബില്ലിന്റെ പേരിൽ സഭയിലെ ഒരു വിഭാഗം മന്ത്രിക്കെതിരെ നടത്തുന്ന രഹസ്യ നീക്കങ്ങളാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ആസൂത്രിത നീക്കമുണ്ട്, ഇതിന് പിന്നിൽ ആരാണെന്ന് തനിക്കറിയാമെന്നും പറഞ്ഞ് സഭക്കാരോട് വീണ ജോർജ് ഭീഷണി മുഴക്കിയിരുന്നു. മറ്റൊന്ന്, പത്തനംതിട്ടയിലെ പാർട്ടിക്കാരും വീണ ജോർജിനെതിരാണ്. അഹങ്കാരമാണ് അവർക്കെന്ന് ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ പച്ചയ്ക്ക് പലതവണ പറഞ്ഞിട്ടുണ്ട്.
മന്ത്രി വീണയ്ക്കെതിരെ പ്രധാനമായും ഉയർന്ന ആരോപണങ്ങളിൽ ഒന്ന് ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ജില്ലാ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ളവർ വിളിച്ചാൽ എടുക്കാത്ത MLA എന്ന് മുൻപ് പറഞ്ഞു തുടങ്ങിയത് ഇപ്പോൾ മന്ത്രി എടുക്കുന്നില്ല എന്ന് മാറ്റമേ ഉള്ളൂ എന്നാണ് പാർട്ടിയിലെ സംസാരം. പത്തനംതിട്ട നഗരസഭയിലെ സീനിയറായ നേതാവ് പാർട്ടി ഘടകത്തിൽ പല പ്രാവശ്യം ഇത് സംബന്ധിച്ച വിമർശനം ഉന്നയിച്ചിരുന്നു. ജില്ലാതല നേതാക്കളും മേൽഘടകങ്ങളിൽ പല പ്രാവശ്യം വിഷയം ചൂണ്ടിക്കാട്ടിയിട്ടും പ്രയോജനമുണ്ടായില്ല. ഇത് ശക്തമായത് കായംകുളം MLA U പ്രതിഭയുടെ പരസ്യ പ്രതികരണത്തോടെയായിരുന്നു. ഒരു മന്ത്രി എത്ര വിളിച്ചാലും ഫോൺ എടുക്കുന്നില്ലെന്ന് പൊതുവേദിയിൽ U പ്രതിഭ ആക്ഷേപം ഉന്നയിച്ചതോടെ അത് വീണ ജോർജിന് നേരെയുള്ള വിമർശനമാണെന്ന് പല കോണുകളിൽ നിന്നും അഭിപ്രായങ്ങൾ ഉയർന്നു. എത്ര തവണ വിളിച്ചാലും മന്ത്രി ഫോൺ എടുക്കുന്നില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയല്ല വിളിക്കുന്നത്. മന്ത്രി അത് മനസ്സിലാക്കണം. തിരക്കുണ്ടാവുമെന്ന് കരുതി 100 വട്ടം ആലോചിച്ചിട്ടാണ് മന്ത്രിയെ വിളിക്കുന്നത്. നമ്മൾ ആരും നമ്മുടെ വ്യക്തിപരമായ കാര്യം പറയാനല്ല വിളിക്കുന്നത്. എന്നാൽ ഞങ്ങളെയൊക്കെ വ്യക്തിപരമായ കാര്യം പറയാൻ നിരവധി പേർ വിളിക്കാറുണ്ട്. മറ്റു മന്ത്രിമാർ തിരിച്ചു വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വേദിയിൽ ഇരിക്കുമ്പോൾ തന്നെയായിരുന്നു U പ്രതിഭ ഇത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചത്. അത് വീണ ജോർജ് തന്നെയാണ് എന്ന് എല്ലാവരും വ്യക്തമായി പിന്നീട് പറയുകയും ചെയ്തു. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന പല കാര്യങ്ങളും വീണ ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് RMPI അനുഭാവം ആരോപിച്ച് വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമനം CPM തടഞ്ഞിരുന്നു. ഒരാഴ്ചയോളം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി പ്രവർത്തിച്ചു വരികയായിരുന്ന കൊയിലാണ്ടി സ്വദേശിനിയായ മാധ്യമ പ്രവർത്തകയുടെ നിയമനമായിരുന്നു പാർട്ടി തടഞ്ഞത്. മുൻപ് SFI ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന യുവതിയുടെ ഭർത്താവ് ഏറാമലയിലെ സജീവ RMPI പ്രവർത്തകനാണെന്ന് ചൂണ്ടിക്കാട്ടി CPM കോഴിക്കോട് ജില്ലാ നേതൃത്വമാണ് സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജിന്റെ സോഷ്യൽ മീഡിയ വിഭാഗം കൈകാര്യം ചെയ്തത് ഇതേ മാധ്യമ പ്രവർത്തകയായിരുന്നു. തുടർന്ന് CPM സംസ്ഥാന സമിതി അംഗവും AKG സെന്റർ ഓഫീസ് സെക്രട്ടറിയുമായ K സജീവനെ ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പാർട്ടി നിയമിച്ചു. CPM പ്രാദേശിക സമ്മേളനങ്ങളിൽ മന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നുവെന്നതും വലിയ വാർത്തയായിരുന്നു. MLA ആയും പിന്നീട് മന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്ത വേളയിൽ വീണ ജോർജ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലിയെന്ന് ഏരിയ സമ്മേളനത്തിൽ പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചിരുന്നു. അങ്ങനെ പാർട്ടിക്കാർക്കും വീണയോട് താല്പര്യം ഇല്ല. അതുകൊണ്ട് വീണ ജോർജിനെ വീണ്ടും നിർത്തിയാൽ അത് എത്ര കണ്ടെറിക്കും എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. വീണ ജോർജിന്റെ ഇമാതിരി ധാർഷ്ട്യങ്ങളും ശബരിമല വിഷയവും എല്ലാം കൂടി പത്തനംതിട്ടയിൽ CPMന് പൂരപ്പാട്ടാണ്. ജില്ലയിലെ ആകെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങളിലും UDF മേൽക്കൈ നേടിയത് പാർട്ടിക്ക് തങ്ങളുടെ പഴയ പ്രതാപത്തിലേക്കുള്ള തിരിച്ചുപോക്കിന്റെ സൂചനയായി നേതൃത്വം വിലയിരുത്തുന്നു. തദ്ദേശ പോരിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ UDF തയ്യാറെടുക്കുന്നത്. എന്നാൽ മാറുന്ന കേരള രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ആറന്മുള, കോന്നി എന്നീ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ വേരോട്ടമുള്ള BJPയും പത്തനംതിട്ടയിൽ സ്വപ്നങ്ങൾ നെയ്തു തുടങ്ങിയിട്ടുണ്ട്. തദ്ദേശത്തിലെ പോലെ തന്നെ നിയമസഭയിലും ചർച്ചയാകുമെന്ന് കരുതുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള ജില്ലയിൽ CPMന് കനത്ത വെല്ലുവിളി തന്നെയാണ്. പാർട്ടി സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുള നിയോജക മണ്ഡലത്തിൽ നിന്നും വീണ ജോർജും കോന്നി നിയോജക മണ്ഡലത്തിൽ നിന്നും KU ജനീഷ് കുമാറും വീണ്ടും മത്സരിക്കുമെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വ്യക്തമാക്കിയത് പാർട്ടിയുടെ ആത്മവിശ്വാസത്തിന്റെയും മുന്നൊരുക്കത്തിന്റെയും തെളിവാണ്. അതായത് വീണ ജോർജിനെ തന്നെ ഉയർത്തിക്കാട്ടണമെന്ന് മറ്റൊരു കൂട്ടം നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തെ ആരോഗ്യ രംഗത്ത് ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന വീണ ജോർജ് ഏത് മണ്ഡലത്തിൽ നിന്നാലും വിജയിക്കുമെന്നാണ് ഇവർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. കോന്നിയിൽ KU ജനീഷ് കുമാർ തന്നെ വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അത് ജനവികാരമാണെന്നും പാർട്ടി തീരുമാനിച്ചാൽ ജനീഷ് കുമാർ തന്നെ കോന്നിയിൽ മത്സരിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ നിന്നുള്ള 5 MLAമാരും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും അക്കാര്യത്തിൽ തങ്ങൾക്കൊരു സംശയവും ഇല്ല എന്നുമാണ് സെക്രട്ടറിയുടെ നിലപാട്. UDF കോട്ടയായിരുന്ന പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളും LDF പിടിച്ചെടുക്കുകയായിരുന്നു. ഇക്കുറി 5 മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കുമെന്നാണ് വയനാട്ടിൽ നടന്ന കോൺഗ്രസിന്റെ ലക്ഷ്യ ക്യാമ്പിൽ നേതൃത്വം തന്നെ വിലയിരുത്തിയത്. തദ്ദേശത്തിൽ നേടിയ മേൽക്കൈ നിയമസഭയിലും ആവർത്തിക്കാനാണ് UDFന്റെ ശ്രമം. ഓർത്തഡോക്സ് സഭ നായർ വോട്ടുകൾ നിർണായകമായ ആറന്മുള മണ്ഡലത്തിൽ KPCC ജനറൽ സെക്രട്ടറിമാരായ P മോഹൻരാജ്, പഴകുളം മധു, യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളതെന്നാണ് വിവരങ്ങൾ. കോന്നിയിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രഥമ പരിഗണന MP കൂടിയായ അടൂർ പ്രകാശിനാണ്.
MP-ക്ക് നിയന്ത്രണം വരികയോ അദ്ദേഹം സ്വയം പിന്മാറുകയോ ചെയ്താൽ മറ്റൊരു സാധ്യത DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലിനാണ്. എന്നാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ തൽക്കാലം അടൂർ പ്രകാശിനെ മാറ്റി നിർത്താനും സാധ്യതയുണ്ട് എന്നുള്ള ചില ചർച്ചകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും അതിൽ സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. അടൂരിൽ പന്തളം സുധാകരനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ. മുൻ MP രമ്യ ഹരിദാസ്, പ്രാദേശിക നേതാവ് ബാബു ദിവാകരൻ എന്നിവരും പട്ടികയിലുണ്ടത്രേ. തിരുവല്ലയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ജോസഫ് M പുതുശ്ശേരിയുടെ പേരാണ് ഉയർന്നു വരുന്നത്. റാന്നിയിൽ KPCC അംഗം അഡ്വക്കേറ്റ് K ജയവർമ്മയ്ക്കാണ് മുൻഗണന. KPCC ജനറൽ സെക്രട്ടറി റിങ്കു ചെറിയാന്റെ പേരും ഉയർന്നു വരുന്നുണ്ട്. BJPയും വലിയ ഒരു നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയാണ് പത്തനംതിട്ടയിൽ ഇറങ്ങി പുറപ്പെടുന്നത്. ആറന്മുളയിലും കോന്നിയിലും കരുത്ത് തെളിയിച്ച് പത്തനംതിട്ടയിലും നേട്ടം കൊയ്യാൻ BJP നേതൃത്വത്തിന്റെ പരിശ്രമം. ഇതിനായി പ്രമുഖരെ തന്നെ കളത്തിലിറക്കാനാണ് BJPയുടെയും നീക്കം. ഏറെ പ്രതീക്ഷയുള്ള ആറന്മുള മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരനാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. കോന്നിയിൽ NDAയിൽ BDJS സീറ്റ് ചോദിക്കുന്നതായും വിവരങ്ങളുണ്ട്. കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ വരികയാണെങ്കിൽ വീണ ജോർജും ആറന്മുളയിൽ തന്നെയാണ്. അവർക്ക് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതും ഇനിയിപ്പോൾ കണ്ടറിയണം. ശബരിമലയുമായി ബന്ധപ്പെട്ട് പക്ഷേ BJPയും ഇപ്പോൾ അത്ര വലിയ ഒരു സുഖത്തിലല്ല. അവരുടെ അവസ്ഥയും അത്ര സുഖകരമല്ല. കാരണം BJPക്ക് ശബരിമല ഒരു രാഷ്ട്രീയ ആയുധം മാത്രമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ പോലും ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ശബരിമലയുടെ പേരും പറഞ്ഞ് വോട്ട് പിടിക്കാൻ നോക്കിയാൽ BJPക്ക് അത് അത്ര കണ്ട് നന്നാകാൻ സാധ്യതയില്ല എന്നും ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും പത്തനംതിട്ടയിൽ CPMന് എന്തായിരിക്കും വരാനിരിക്കുന്നത്? അതൊരു ചോദ്യം തന്നെയാണ്. എങ്ങനെയെങ്കിലും പത്തനംതിട്ട പിടിക്കുക എന്നുള്ളതാണ് CPMന്റെ ഇപ്പോഴത്തെ ആവശ്യം. കാരണം ശബരിമല അത് സ്വന്തം നെഞ്ചത്തൊരു കുത്തായി നിൽക്കുമ്പോൾ അത് തങ്ങളെ വലച്ചില്ല എന്ന് തെളിയിക്കണമെങ്കിൽ, അതിൽ ഞങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടായില്ല എന്ന് തെളിയിക്കണമെങ്കിൽ പത്തനംതിട്ടയിൽ ജയിച്ചു കയറണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.